തൻ്റെ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു കലാകാരിയാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ അതിഥി. വെറുതെ ഊതി വീർപ്പിച്ച് പൊട്ടിച്ചു കളയുന്ന ബലൂണിൽ നിന്നും മനോഹരമായ കൗതുക വസ്തുക്കളും പ്രതിമകളും നിർമ്മിച്ച് വരുമാനം നേടാൻ കഴിയുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ബലൂൺ ആർട്ടിസ്റ്റായ കെ ഷിജിന. നമ്മളിപ്പം പേപ്പർ ക്രാഫ്റ്റ്, അതുപോലെ തന്നെ ക്ലേ മോഡലിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആർട്ട് ഫോം കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയുള്ളൊരു ആർട്ട് ഫോമാണ് ബലൂൺ ആർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്ലേ മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബലൂൺ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂണ് യൂസ് ചെയ്യുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബലൂൺ ഉപയോഗിച്ചിട്ട് വിവിധ തരം കലാരൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ബലൂൺ ആർട്ട് എന്ന് പറയുന്നത്. ഞാനൊരു ആർട്ട് ഫോമിലോട്ട് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കളർഫുള്ളായിട്ട് വ്യത്യസ്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ബലൂൺ ആർട്ടിലേക്ക് ഞാൻ എത്തുന്നത്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് കുട്ടികളിലേക്ക് കൂടുതൽ അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എത്തുമെന്ന് മനസ്സിലായിട്ട് പിന്നീട് അതൊരു പ്രൊഫഷനാക്കിയിട്ട് മാറ്റുമായിരുന്നു. ഞാൻ കുറച്ച് നാൾ മാജിക് പ്ലാന്റിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബലൂൺ ആർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കൂടെ വെറൈറ്റി ആയിരിക്കുന്നു തോന്നിയിട്ടാണ് ഞാനൊരു ആർട്ട് പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ബലൂൺ ആർട്ടിനെ കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. കാരണം നമുക്ക് ഇവിടെ എവിടെയും കേരളത്തിൽ എവിടെയും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള സാധ്യതകൾ, ഡയറക്റ്റ് പോയിട്ട് പഠിക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അതുപോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അങ്ങനെയൊക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്നിവിടെ കാണുന്ന പല ആർട്ട് ഫോമും എത്രത്തോളം ഡെവലപ്പായിട്ട് കിടക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. അങ്ങനെ ഞാൻ പിന്നീട് അവരുടെ ഒരുപാട് വീഡിയോസൊക്കെ വാച്ച് ചെയ്തു. പിന്നെ അത് നമുക്ക് സെൽഫായിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ബലൂണൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു, പമ്പൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ സെൽഫായിട്ടാണ് ഇത് പഠിക്കുന്നത്. പിന്നീട് അങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി വന്നപ്പോഴത്തേക്കും ഞാനിത് അവിടെ ചെയ്തു. അപ്പോൾ അവിടെ ചെയ്തപ്പോഴത്തേക്കും നല്ല റെസ്പോണ്ടായിരുന്നു. അതിൻ്റെ ഇവൻറ്റ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിന്നാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ റെസ്പോൺസ് ഏറ്റവും കൂടുതൽ അതായിരുന്നു. കുട്ടികളും അതുപോലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. അപ്പം ഇത് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നീട് എൻ്റേതായ രീതിയിൽ ഷോ കുറേ കൂടെ ഡെവലപ്പാക്കി. എന്നിട്ട് വീണ്ടും ഇവൻറ്റ്സ് ഒക്കെ കിട്ടിയ സമയത്തേക്ക് ഞാൻ വീണ്ടും അത് ചെയ്തു നോക്കി. അതുപോലെ തന്നെ സ്കൂളുകളിൽ ആ സമയത്ത് സ്കൂളുകളിലൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളുകളിലൊക്കെ ചെയ്ത സമയത്തേക്കും കുട്ടികളുടെ റെസ്പോൺസും അതുപോലെ ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസും ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അത് പ്രൊഫഷനാക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് പിന്നീട് ഞാൻ ഇത് പ്രൊഫഷനായിട്ട് ഇപ്പോൾ ഒരുപാട് ഇവൻറ്റ്സും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഇവൻറ്റ്സ് ആണെങ്കിൽ ബർത്ത്ഡേ പാർട്ടികളാണെങ്കിൽ അതിൽ കുട്ടികളുടെ പ്രോഗ്രാംസ് എവിടെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. ഞാനൊരു ആർട്ട് ഫോമിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് തോന്നിയത് നമ്മുടെ ഈ ബലൂണ് തന്നെയാണ്. കാരണം പൊട്ടാതെ ചെയ്യണം, അതുപോലെ നമ്മൾ ചൂട്, നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും പറഞ്ഞാൽ ഈ ബലൂൺ ആർട്ടിന് പറ്റിയതല്ല. അപ്പം അതിനനുസരിച്ചിട്ട് ഇതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം സ്റ്റേജിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ടാവും, ലൈറ്റിൻ്റെ ചൂടുണ്ടാവും. അപ്പോൾ ഒരുപാട് നേരം സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റേജിലോട്ട് ചെയ്യുന്ന സമയത്തേക്കും അത് പൊട്ടിപ്പോവാറുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പം അതിൻ്റേതായ എൻ്റേതായ ഒരു മെത്തേഡ്, കാരണം നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിളായിട്ടിരിക്കണം, അതുപോലെ ചൂട് കൂടാനും പാടില്ല, അതുപോലെ തണുപ്പ് കൂടാനും പാടില്ല, അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാൻ എൻ്റേതായ ഒരു മെത്തേഡിൽ നമ്മളിപ്പോൾ സ്റ്റേജിൽ ചെയ്താൽ തന്നെ എൻ്റെ അടുത്ത് ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചോദിക്കും നമുക്ക് ലൈറ്റ് ചെയ്ത് വേണം. അപ്പം ഒരു ലൈറ്റും എക്സ്ട്രാ ഞാൻ ആവശ്യപ്പെടാറില്ല. നോർമൽ ലൈറ്റ് ഏതാണോ ആ ലൈറ്റിലാണ് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ അതൊരു പരിധിവരെ നമുക്ക് ബലൂൺ പൊട്ടാതെ സ്റ്റേജിൽ പിടിച്ച് നിർത്താൻ വേണ്ടി പറ്റാറുണ്ട്. അതിലിപ്പോൾ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിലും എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറൊക്കെ ചെയ്തിട്ട് തന്നെ എപ്പോഴും സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം ഒരുപാട് ചൂട്
പ്രശ്നമാണ്. അതുപോലെ നല്ല തണുപ്പ്, അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്, അതൊക്കെ പ്രശ്നമാണ്. അപ്പം അതൊക്കെ കുറച്ച് പാടാണ്. പിന്നെ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റത്തില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബലൂൺ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുള്ള ഒരു ബലൂൺ എന്ന് പറയുന്നത് നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ബീച്ചിലോ പാർക്കിലൊക്കെ പോകുമ്പോൾ കാണുന്ന നമ്മുടെ ആ ഒരു റൗണ്ട് ബലൂൺസ് മാത്രമാണ്, അല്ലെങ്കിൽ ഫോയിൽ ബലൂൺസ്. നമ്മൾ പല ഷേപ്സിലുള്ള ഫോയിൽ ബലൂൺസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന കൂടുതലും മോഡലിംഗ് ബലൂൺസ് ആണ്. അത് നമ്മുടെ നീളത്തിൽ ഉള്ള ബലൂൺസ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു ബലൂണ് നമുക്കിവിടെ അധികം കിട്ടത്തില്ല. നമുക്ക് പുറത്തുനിന്ന് അത് ഇമ്പോർട്ട് ചെയ്ത് എടുക്കാനേ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ഒരു എനിക്കൊന്ന് ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി ആയിട്ട് ആൾക്കാർ എടുത്തത്, അവർ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറേ രൂപങ്ങൾ അവർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ സാധാരണ ഒരു റൗണ്ട് ബലൂൺസ് അവർക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ ബലൂണുകളിൽ പൂച്ചയും അതുപോലെ തന്നെ പക്ഷിയാണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഡോഗ്സിനൊക്കെ ചെയ്തിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ലൈവായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പം ഇത് പൊട്ടാതിരിക്കാനുള്ള, ഇത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ ഈ ബലൂൺ എങ്ങനെ പൊട്ടാതെ സൂക്ഷിക്കുന്നുള്ളത്. നമുക്കറിയാം ബലൂണിനകത്ത് എയർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ എയറിനെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് കൺട്രോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബലൂൺ പൊട്ടാതെ എന്ത് വേണേലും ഈ ലോകത്ത് എന്തുണ്ടോ അതൊക്കെ നമുക്ക് ബലൂണിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിതിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ബലൂണിൽ ആനിമൽസും അതുപോലെ ഫ്ലവേഴ്സ് ഇതൊക്കെ ചെയ്തിട്ടായിരുന്നു ഞാൻ തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്കൊരു ഐഡിയാസ് തോന്നുന്ന സമയത്ത് ഞാൻ അതിൽ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി നോക്കാറുണ്ട്. അതിൽ കൂടുതലും ചെയ്തിട്ടുള്ളത് ഈ ദിനാചരണങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലോഗോസ് ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റർ ആയിരിക്കും. അപ്പം ചിലപ്പോൾ ചില പിക്ചേഴ്സൊക്കെ കാണുന്ന സമയത്ത് ഇത് ബലൂണിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ പിന്നീട് അതിനെ ഞാൻ ബലൂണിലേക്ക് റീമേക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ പെയിൻറ്റിങ്സ്, നമ്മുടെ ഒരു ഇറാനിയൻ പെയിൻറ്റേഴ്സിൻ്റെ ഒരു 1-2 പെയിൻറ്റിങ്സ് ഒക്കെ സ്കൾപ്ചേഴ്സിലോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യാറുണ്ട്. അത് ഈ ഇടയ്ക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഒരു വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി ഒരു ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബർത്ത്ഡേ ഇവൻറ്റ്സ് അങ്ങനത്തെ ഒക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും തീമാറ്റിക് ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ആശയം ആൾക്കാരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ബലൂണിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജിലൂടെ, അല്ലെങ്കിൽ ബലൂൺ ആർട്ടിസ്റ്റ് ഷിജിന എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റയും അതുപോലെ FB ഒക്കെ ഉണ്ട്. അപ്പം ഇതിലൂടെ ഞാൻ ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ വന്നിട്ട് ബലൂണിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏഷ്യയിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. അത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ എൻ്റർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. ഒരു 117 പേര് അന്ന് ബലൂൺ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് അന്ന് റാമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അത് ഒരു എന്താ പറയുക ഭയങ്കര ഒരുപാട് സന്തോഷം, അതുപോലെ തന്നെ വെറൈറ്റി ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യൽ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നൊരു പ്രോഗ്രാമായിരുന്നു. ഇപ്പോൾ പിന്നെ കൂടുതലും നമ്മൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സ്റ്റേജ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇൻസ്റ്റലേഷൻസ് ആയിക്കഴിഞ്ഞാലും സ്കൾപ്ചേഴ്സ് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഓഫ് സ്റ്റേജ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളിപ്പം അല്ലാതെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഓൺ സ്റ്റേജ് ആയിട്ട് ചെയ്യാറുണ്ട്. സ്റ്റേജ് ഷോസ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കുറേ കൂടെ എൻ്റർടൈൻമെൻറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഓൺ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നത്. അത് ബലൂണുകളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കും. എന്നിട്ട് ലൈവ് പെർഫോമൻസ് ആണ്. അത് മ്യൂസിക് ഉണ്ടാവും. മ്യൂസിക്കിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ലൈവ് പെർഫോമൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. കൂടാതെ സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്തേക്ക് മോള് കൂടെ ഉണ്ടാവാറുണ്ട്. മോള് ബലൂൺ ആർട്ടിസ്റ്റാണ്, മെജീഷ്യനാണ്. ഏകദേശം ഒരു 2.5 വയസ്സ് മുതൽ ആൾ സ്റ്റേജിൽ എൻ്റെ കൂടെ ബലൂൺ ആർട്ട് പെർഫോം ചെയ്യാറുണ്ട്. ഇപ്പം അത് കൂടുതൽ ഇവൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികളുടെ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അവളെയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഷോസ് കൂടുതലും ചെയ്യുന്നത്. എൻ്റർടൈൻമെൻറ്റ് വരുന്ന സമയത്തേക്ക്. ആളിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. അപ്പം ആളും എൻ്റെ കൂടെ പ്രോഗ്രാമിൽ ഉണ്ടാവാറുണ്ട്.
ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് പോപ്പുലർ ആകാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് നല്ല സോഷ്യൽ മീഡിയ ആണ്. കാരണം ആർക്കും അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ആർട്ട് ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റയിലൂടെയോ അല്ലെങ്കിൽ FBയിലൂടെയൊക്കെ ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലൂടെയാണ് എനിക്കിത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. ഇത് ഏതൊരു പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ എൻ്റെ ഈ ഒരു ആർട്ട് അല്ലെങ്കിൽ ആർട്ട് ലൈഫിൽ കലാജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ആർട്ട് പോപ്പുലറാക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റുള്ള മീഡിയാസുടെയും ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ആർട്ട് ഫോം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും കഴിഞ്ഞത്. പക്ഷേ നമ്മൾ നോർമലി എല്ലാ ഇതിനും പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. പക്ഷേ നെഗറ്റീവ്സിനെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവിലൂടെ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. ഇപ്പം നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മളൊരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് ബാഡ് കമൻറ്റ് ഇടുക. ഇപ്പം ഞാനൊക്കെ ആദ്യകാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇനിയും കുട്ടികളി മാറിയിട്ടില്ലേ, അല്ല നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ബലൂൺ എടുത്ത് കളിക്കുന്നത്, ആ സമയത്ത് പോയിട്ട് ചോറും കറിയും വെക്കുക എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻസുകൾ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മെസ്സഞ്ചറിലൊക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇടുന്ന കമൻസുകളായിരിക്കാം ഇത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ വേറൊരാടുത്ത് പോയിട്ട് നമുക്ക് കിട്ടുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ FB ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, ഏതായിക്കഴിഞ്ഞാലും അതിൽ പോയിട്ട് ഈ ബാഡ് കമൻറ്റ്സ് ഇടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർ പ്രത്യേകിച്ചും അവർ നോട്ട് ചെയ്യുന്നതാണ്, സ്ത്രീകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനടിയിൽ പോയിട്ട് ഇങ്ങനെയുള്ള കമൻറ്റ്, അതായത് ഒരു നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു തുടക്കക്കാർ പോയിട്ട് ഇങ്ങനൊരു പോസ്റ്റ് അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഇതുപോലത്തെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നത്. എന്നെപ്പോലുള്ളൊരു ആൾക്കാരെടുത്ത് അല്ലെങ്കിൽ എന്നുള്ള സ്വന്തമായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെയുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക, നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കും. കാരണം ഞാനൊരു 10 വർഷം മുമ്പ് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്കൊരു നെഗറ്റീവായിരുന്നു. കാരണം ഇങ്ങനെ നെഗറ്റീവ് അയ്യോ നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് അയ്യോ നമ്മൾ ചെയ്തത് തെറ്റായി പോവോ, അല്ലെങ്കിൽ ആൾക്കാരെന്ത് ഇങ്ങനെ പറയുന്നു, ആൾക്കാരെ എടുക്കത്തില്ല എന്നൊക്കെയുള്ള. പക്ഷേ ഒരു പരിധിവരെ ഒരു കുറച്ച് കാലം വരെ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സമയം കഴിഞ്ഞിട്ട് ഈ ഒരു ആർട്ട് ഫോം ആൾക്കാരിലേക്ക് എത്തിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ മീഡിയ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ പറഞ്ഞ ആൾക്കാർ തന്നെ അത് തിരിച്ച് പറയുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. കാരണം അയ്യോ സോറി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇങ്ങനെ വന്നിട്ട് ഒരു മെസ്സഞ്ചറിലൂടെ എനിക്ക് വന്നു, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ഈ പൊട്ടിപ്പോകുന്ന സാധനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾ തന്നെ ഒരു മീഡിയയിൽ ഒരു ന്യൂസ്, അന്ന് എനിക്കൊന്ന് മാതൃഭൂമിയിലും കണ്ടാണ് തോന്നുന്നു, ഒരു ന്യൂസ് വന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ വന്ന സമയത്തേക്കും ഈ മെസ്സേജ് ഇട്ട ആൾ തന്നെ എനിക്ക് കൺഗ്രാറ്റ്സ് ചെയ്തുകൊണ്ടൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓ കൺഗ്രാറ്റ്സ്, ന്യൂസ് കണ്ടു, വായിച്ചു, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് മെസ്സേജ് ഇട്ടു. ഞാൻ തിരിച്ചന്ന് അയാളോട് ചോദിച്ചു, എൻ്റെ തുടക്ക സമയത്ത് നിങ്ങളൊന്ന് മെസ്സഞ്ചറിൽ ഒന്ന് ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ എൻ്റെ ഒരു ഇതിനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടത് മേളിൽ കാണും, ഒന്ന് എടുത്ത് നോക്കണേ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ അയാളടുത്ത്. അപ്പോൾ അതിനടുത്ത് തിരിച്ച് സോറിയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളത് സക്സസ് ആയിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ തന്നെ തിരിച്ച് പോസിറ്റീവായിട്ട് പറയാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടക്കക്കാരായിട്ടിരിക്കുന്നവരോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒരുപാടുണ്ടാവും, അവോയ്ഡ് ചെയ്യുക. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് പോവുക. അതുപോലെ തന്നെ മറ്റുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ സജഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ആയിക്കോട്ടെ നമുക്ക് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരിക. എടാ നീ അങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ വീട് അല്ല നീ ചെയ്യുന്ന സമയത്ത് എടാ പുറത്ത് പോകുമ്പോഴത്തേക്കും ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് നൈറ്റ് അടക്കം പ്രോഗ്രാമുള്ള, കാരണം സ്റ്റേജ് ഷോസ് പലതും ഇവൻറ്റ്സ് പലതും നടക്കുന്നത് ആഫ്റ്റർ ഈവനിങ് ആയിരിക്കും. അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തിനാണ് ഇത്ര ലേറ്റ് നൈറ്റായിട്ട് പോകുന്നത്, കൊച്ചിൻ്റെ കാര്യം എന്ത് ചെയ്യും, വീട്ടിലെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടിലെ കാര്യം ആയിക്കഴിഞ്ഞാലും കൊച്ചിനും ഒരാളുടെ മാത്രം ഉത്തരവാദിത്തം അല്ല. അപ്പം നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്തേക്കും സ്ത്രീകൾക്ക് മാത്രം ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഫൈറ്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയി വന്നതിൻ്റെതായിരിക്കാം, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു പുതിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും സ്ത്രീകൾക്ക് കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്
പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ലേഡീസ് ആയിക്കഴിഞ്ഞാലും ജെൻസ് ആയിക്കഴിഞ്ഞാലും നമുക്കറിയാം, നമ്മുടെ ലോസ് പറയുന്നതായിക്കഴിഞ്ഞാലും അല്ലാതെയൊക്കെ പറയുന്നത് നമ്മൾ തുല്യരാണ് എന്നാണ് പറയുന്നത്. അപ്പം ലേഡീസ് ചെയ്യുന്ന സമയത്ത് മാത്രം അതിനെ കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു ജോലി ചെയ്യുന്ന സമയത്ത്, അവരിപ്പോൾ ഹോട്ടലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓഫീസ് ആയിക്കോട്ടെ, ഒരു ടീച്ചർ ആയിക്കോട്ടെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും എടുക്കുന്ന എഫേർട്ട് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ പുറത്ത് പോയിട്ട് ഒരു ടീച്ചറായാലും മാഷായാലും രണ്ടുപേരും ക്ലാസ്സിലെടുക്കുന്ന എഫേർട്ട് ഒന്ന് തന്നെയാണ്. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ഒരാൾ മാത്രം ഫ്രീ ആവുന്നു, ഒരാൾ മാത്രം ബാക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ സമൂഹം ഒരുപാട് മാറി വരുന്നുണ്ട്. ഇനി വരുന്ന കാലത്തേക്ക് അത് കുറച്ചുകൂടെ മാറ്റം വരുമായിരിക്കും. അപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും എനിക്ക്, അത് ആണായാലും പെണ്ണായാലും, എനിക്ക് പറയുന്നുണ്ട്, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. മറ്റുള്ളവരായിട്ട് അതിനെ വിലയിരുത്താതിരിക്കുക. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. നമ്മളൊരാഗ്രഹവും ഇല്ലാണ്ട്, ഒരു ഹാപ്പിനെസ്സും ഇല്ലാണ്ട് ജീവിക്കണമെന്ന് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകണമല്ലോ. നമ്മൾ പൊതുവായിട്ട് കേട്ടിട്ടുണ്ട്, നമുക്ക് എന്തായാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമല്ലോ. അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും. എനിക്ക് നമ്മുടെ ഒരു കലാകാരന്മാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മളൊരു സ്ട്രഗിൾ ചെയ്തൊരു സമയമായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ കോവിഡ് ടൈമിൽ ചെയ്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട്, കാരണം ആ സമയത്ത് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് എന്നുള്ളത് പാരൻസ് ആണ്. അപ്പോൾ പാരൻസൊക്കെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമോ? കാരണം അവർ ഭയങ്കരമായിട്ട് വീട്ടിൻ്റെ അകത്ത് അടച്ച് ഇട്ടിരിക്കുകയാണ്. അവർക്ക് പുറത്തുപോയിട്ട് കളിക്കാൻ പറ്റില്ല, ഫുൾ ടൈം ടി വിയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ മൊബൈലിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്താണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അങ്ങനെ ആദ്യം ചെറിയ രീതിയിൽ കുറച്ച് ആ ഒരു ചെറിയൊരു സർക്കിളിൽ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഭയങ്കര വെല്ലുവിളിയായിരുന്നു. കാരണം ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ബലൂണ് കുട്ടികൾക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു ചാലഞ്ചായിട്ട് എടുത്തുകൊണ്ട് സാധാരണ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ബലൂണ് വെച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് സാധാരണ ബലൂണ് വെച്ചിട്ട് തന്നെ ഒരുപാട് ആനിമൽസിനെ, നമ്മുടെ സാധാരണ പൊട്ടിച്ചെടുന്ന നോർമൽ ബലൂൺസ് വെച്ച് കുറേ ആനിമൽസ്, ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ക്ലാസ് മൊഡ്യൂൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അത് വെച്ചിട്ട് ഒരു 1 വീക്കുള്ള ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവിചാരിതമായിട്ട് 35ഓളം ബാച്ച് അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചില സമയത്ത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പറയുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പം അത് വെറുതെ എന്താ പറയുക, എൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിലേക്ക് മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അതൊരു എക്സിബിഷനായിട്ട്, ഓൺലൈൻ എക്സിബിഷനായിട്ട് തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്കൊന്നു 2 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ കണ്ടൊരു ഓൺലൈൻ ഇവൻ്റ് ആയിരുന്നു അത്. എനിക്കൊന്ന് ആ കുട്ടികൾ അതുപോലുള്ള ഒരു എക്സിബിഷൻ നോർമലി ഏതെങ്കിലും ഒരു ഹാളിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അവർക്ക് അത്രയും പേര് അവരുടെ വർക്കൊന്നും കണ്ടു കാണത്തില്ല. അതിൽ പിന്നെ വന്നൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ലാസ്സിൽ കുറേ മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാരൻസ് പറഞ്ഞ കാര്യം വെച്ചാൽ, അവരൊരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ അവർ ഈ ബലൂണ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല അവരുടെ വർക്ക്, പക്ഷേ അവരതിൽ എൻഗേജ്ഡ് ആണ്. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അവർ എൻഗേജ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് പേര് പറഞ്ഞു മോട്ടോർ സ്കില്ല് ഡെവലപ്മെൻറ്റിന് അവർക്ക് ഒരുപാട് യൂസ് ആയിരുന്നു. അപ്പോൾ അത് അവിചാരിതമായിട്ടാണെങ്കിൽ പോലും അത്രത്തോളം കുട്ടികളെ അതിൽ ഏകദേശം എനിക്ക് 6 മാസത്തോളമൊക്കെ ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഒരു എക്സിബിഷൻ എന്നുള്ള രീതിയിൽ ഓൺലൈനായിട്ട് സംഘടിപ്പിച്ചത്. അന്ന് മന്ത്രിയായിരുന്ന കടന്നപ്പള്ളി സാറായിരുന്നു അന്നത് ഇനോഗ്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലൊരു സക്സസ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരുപാട് ക്ലാസ്സുകൾ കൊറോണ കഴിഞ്ഞതിന് ശേഷവും ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് തന്നെ ഒരുപാട് സ്കൂളുകളിലാണെങ്കിലും അതുപോലെ മറ്റുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ നമുക്ക് തലച്ചോറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മൾ ഒരു ഐഡിയ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു ഐഡിയയിലൂടെ അവർ ചെയ്യുന്നത് നമ്മൾ പോലും ചിന്തിക്കാത്ത സാധനങ്ങളാണ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അവരുടെ മോട്ടോർ സ്കില്ല് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു മെമ്മറി പവർ, കാരണം ഈ ചെയ്യുന്ന സ്റ്റെപ്സൊക്കെ അവർ ഓർത്തിട്ടാണ് അവർ അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവരുടെ മെമ്മറി ഡെവലപ്പ് ചെയ്യാനായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി കാണും. അതുപോലെ ഹാൻഡ് ഐ കോർഡിനേഷൻ എന്നൊക്കെ പറയും. അത് നമ്മൾ കണ്ണെത്തുന്നിടത്ത്, നമ്മുടെ മനസ്സിലെത്തുന്ന കാര്യം നമ്മൾ കണ്ണെത്തുന്നു, അപ്പോൾ കണ്ണെത്തുന്നിടത്ത് കൈ എത്തണം എന്നൊക്കെ നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കണ്ണും കൈയൊക്കെ ഒരുപോലെ ആ കോൺസെൻട്രേഷനോടുകൂടി നിന്നാൽ മാത്രമേ നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്തേക്ക് കുട്ടികളുടെ അത്തരത്തിലുള്ള കഴിവ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഡയറക്റ്റായിട്ട് അങ്ങ് പഠിപ്പിക്കുകയല്ല, നമ്മളൊരു ആശയം ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് അവരുടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, എല്ലാ അമ്മമാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം എനിക്കൊരു മോളുണ്ട്, അപ്പോൾ എനിക്കും അറിയാം ഇവർക്ക് ഒരു സ്ഥലത്ത് ഒരു ശ്രദ്ധ ഉണ്ടാകത്തില്ല. അവർ ചിലപ്പം എന്താ പറയുക ഭയങ്കര സ്പീഡായിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പം ബലൂൺ ആർട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്ഷമ വേണം. കാരണം നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടിപ്പോകാതെ ചെയ്യണം. അപ്പോൾ നല്ല ക്ഷമയും അതുപോലെ തന്നെ ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യണം. അതിപ്പം വേറൊരു ആർട്ടായിൽ കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പേപ്പർ ക്രാഫ്റ്റ് ആണെങ്കിലും ശ്രദ്ധിച്ചത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഷേപ്പായി പോകും. അപ്പോൾ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ വെറും എഡ്യൂക്കേഷൻ മാത്രമല്ല, ആ കുട്ടികൾ നമ്മൾ പറയും കുട്ടികൾ വെറും പഠിക്കുന്നില്ല അങ്ങനെ, പക്ഷെ ഒരേ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഒന്നും അത്ര വരത്തില്ല. അപ്പോൾ വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ശരിയായ അവരുടെ ഒരു മോട്ടോർ സ്കിൽ എന്താണെന്നുള്ളത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലൂടെ പറ്റും. ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ കണ്ണൂരാണ്. ഏകദേശം ഒരു ഡിഗ്രി വരെ പഠിച്ചതൊക്കെ അവിടെയാണ്. അതിനുശേഷം ഞാൻ DLED അതായത് LP UP സ്കൂൾ ടീച്ചറുടെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ ട്രിവാൻഡ്രത്താണ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഇവിടെ ട്രിവാൻഡ്രം സെറ്റിൽഡാണ്. ഇപ്പം സ്കൂള് ആയിക്കഴിഞ്ഞാലും എല്ലാം ഇവിടെ തന്നെയാണ്. ബാക്കി പ്രോഗ്രാം ബേസ് ആയിട്ടും ഇങ്ങനെ തന്നെയാണ്. കുട്ടിക്കാലം മൊത്തം കംപ്ലീറ്റ് കണ്ണൂരായിരുന്നു. നമ്മൾ പൊതുവായിട്ട് കാണുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നവരായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രിയേറ്റീവ് പാർട്ട് ചെയ്യുന്നവർ കൂടുതലും പാർട്ട് ടൈം എന്നുള്ള രീതിയിലേക്കാണ് കാണുന്നത്. പക്ഷേ ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത ഇതിൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, നമുക്കിതൊരു ഫുൾ ടൈം ജോബായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ ഇങ്ങോട്ടേക്ക് അത്ര ഡെവലപ്മെൻറ്റ് വരാത്തതുകൊണ്ട്, പക്ഷേ അതിൻ്റെ സാധ്യതകളും അറിയാമെങ്കിൽ പോലും അതാരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഇവൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളായിക്കോട്ടെ, എവിടെ എടുത്തു കഴിഞ്ഞാലും അവിടെ ഇപ്പം നമ്മുടെ SCERT സിലബസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഒരു ദിവസം ഒരു ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് അതിനകത്തൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വരുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആക്ടിംഗ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്, ഡ്രാമയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ആൾക്കാർക്ക് ഡൗട്ടാണ്, അയ്യോ അതൊരു പുതിയ സാധനമല്ലേ, ആൾക്കാർ എങ്ങനെ എടുക്കും? പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. നമ്മൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ അതിൻ്റെ സാധ്യതകൾ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പം ഈ പാർട്ട് ടൈമായിട്ട് എടുക്കുന്നത് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ഫുൾ ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുള്ള സാധ്യതകളുണ്ട് നമുക്കിവിടെ. പക്ഷേ ആ സാധ്യതകളിലേക്ക് ആരും ഇറങ്ങി പോകുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ഈ ആർട്ടിലൂടെ കുട്ടികളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ DLED ചെയ്തത്. അപ്പോൾ അതിലൂടെ ഏതെങ്കിലും സ്കൂളിലൂടെ തന്നെ കുട്ടികളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ ഒരു എക്സിബിഷനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ അത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ വെല്ലുവിളികളൊക്കെ തരണം ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പം ബലൂണിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ, അത് കൂടുതൽ ആൾക്കാരിലേക്ക് ആ ഒരു ആർട്ട് ഫോമിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ ഒരു ബലൂൺ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ 2 റെക്കോർഡുണ്ട്. ഒന്ന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്, കൂടാതെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. അതിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബലൂൺ ആർട്ട് യൂസ് ചെയ്തിട്ട്, അതുപോലെ ബലൂൺ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ട് അത് ഫാഷൻ ഷോ ആയിട്ട് സംഘടിപ്പിച്ചതിനുള്ള റെക്കോർഡാണ്. അത് 2 റെക്കോർഡുണ്ട്. അതിൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും 2ലും എൻ്റർ ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ബലൂൺ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു റെക്കോർഡുണ്ട്. അതുപോലെ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു മാജിക് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു റെക്കോർഡും ഉണ്ട്. പിന്നെ വന്നിട്ട് ബെസ്റ്റ് ബലൂൺ ആർട്ടിസ്റ്റ് അവിടെ, അങ്ങനെ 1-2 ഈ ഒരു ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ നേട്ടങ്ങളാണ്.